യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗം ഗവർണറും സർക്കാരും തമ്മിൽ നടക്കുന്ന ഈ നിസാരമായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തർക്കങ്ങൾ കാരണം കുളമായി മാറിയിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം. പല സ്ഥലത്തും താൽക്കാലിക വൈസ് ചാൻസലർമാരാണ്. 13 യൂണിവേഴ്സിറ്റികളിൽ 12 സ്ഥലത്ത്. പല ഗവൺമെന്റ് കോളേജുകളിലും പ്രിൻസിപ്പൽമാരില്ല. കേരളത്തിൽ നമ്മളെല്ലാം പഠിക്കുമ്പോൾ 90-95% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന അഡ്മിഷനുള്ള പല ഡിഗ്രി കോഴ്സുകളിലും കുട്ടികളില്ല. പല PG കോഴ്സുകളും നിർത്തലാക്കുകയാണ്. ലക്ഷക്കണക്കിന് കുട്ടികൾ ഇവിടുന്ന് ബ്രെയിനായി ഈ മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. യൂണിവേഴ്സിറ്റി ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ കുറേ ദിവസമായി നടക്കുന്നത് എന്താണ്? ഇവിടെ ചോദിക്കാനും പറയാൻ ആളില്ലേ? ഇതൊന്ന് തീർക്കാൻ ആരും മുൻകൈ എടുക്കുന്നില്ലേ? ഏതൊരു ഹോള് വാടകയ്ക്ക് കൊടുത്ത് ഹോളിന്റെ ബാക്ക്ഡ്രോപ്പ് വച്ചതിന്റെ പേരിലാണ് ഈ ബഹളം മുഴുവൻ നടക്കുന്നത്. 2500 കുട്ടികളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്തിട്ടില്ല. പുതിയ കോഴ്സുകൾക്ക് അംഗീകാരം കൊടുത്തിട്ടില്ല. എല്ലാ തർക്കമാണ്. എത്ര രജിസ്ട്രാറാണ് ഇതിന്റെ പരിണത ഫലം എന്താണ്? ഗവൺമെന്റ് ഇതിൽ ശ്രദ്ധിക്കണ്ടേ? കൂടുതൽ ആരാണ് ഇതിന്റെ വിക്ടിമായി മാറുന്നത്? കുട്ടികളല്ലേ ഇതിന്റെ വിക്ടിമായിട്ട് മാറുന്നത്. രാജ്ഭവനെതിരെയും ഗവർണർക്കെതിരെയും സമരം ചെയ്തോട്ടെ, അതിലെന്താ? അതിന് യൂണിവേഴ്സിറ്റി പോയി സമരം ചെയ്യണം എന്തിനാ?